അടേ അവിടെ നിൽക്ക്. അങ്ങനെ ഞങ്ങൾ തണ്ടേ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിബിൻ ജോസഫ്. എല്ലാ ചങ്കുമച്ചന്മാർക്കും എസ്റ്റേടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു ട്രാവൽ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കല്ലാച്ചിലാണുള്ളത്. ഇവിടുന്ന് വളയത്തേക്ക് നമ്മൾ സൈക്കിളിനാണ് പോകുന്നത്. നമ്മളിപ്പോൾ 4 ആൾക്കാരുണ്ട്. അപ്പം എപ്പോൾ അവിടെ എത്തുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോവാണ്. ഇപ്പം നമ്മളൊരു 2-3-4 കിലോമീറ്റർ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ടയർഡൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ശരിയില്ല, നമ്മൾ പോവാണ്. വളയത്ത് നിന്നിട്ട് നമ്മളവിടെ ഒരു എന്താ മലയുണ്ട്, അതിൻ്റെ പേരെന്തായിരുന്നു? അരീക്കരക്കുന്ന്. അരീക്കരക്കുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു മിലിറ്ററി ക്യാമ്പൊക്കെ ഉണ്ട്. അപ്പം അവിടെ കയറ്റി വരുന്നറിയില്ല. എന്തായാലും നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ഇപ്പോൾ ഇവിടെ ചെറിയ കയറ്റം വന്നു. നമ്മൾ മടുത്തുകൊണ്ടിനി മുന്തിക്കൊണ്ട് പോവാണ്. ഇതും കൂടെ കഴിഞ്ഞാൽ കുറച്ച് ഇറക്കമുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അല്ലടാ? അല്ല, എനിക്ക് വിശപ്പില്ലെന്നായിരിക്കും എൻ്റെ വിശ്വാസം. ഗൈസ്, ഇനി അങ്ങോട്ട് നിരപ്പാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആ സൈക്കിൾ എടുത്ത് പോവാം.
പോടാ. നമ്മൾ പോവാം. ഫൈനലി ഞങ്ങൾ ഇതിൻ്റെ എൻഡിങ് കണ്ടുപിടിച്ചു. അതാണ്ട് ഗൈസ് അവിടത്തോടെ കയറ്റം തീരും. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നത് ഹെഡ് ക്വാർട്ടർ 184 BNBSF. ഓ ഗൈസ് നീ അവിടെ എത്തി. അതാണ്ട് അവിടെ ഒരു പട്ടാളക്കാരൻ AK-47 പിടിച്ച് നമ്മളെ നോക്കിപ്പോണ്ട്. ഇനി അവിടെ കയറ്റുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ അങ്ങനെ അരീക്കരക്കൊന്നിലെത്തി. ഇവിടെ ഇപ്പോൾ നമ്മൾ പട്ടാളം വെച്ചാൽ കണ്ടിട്ടുണ്ട്. ചങ്ക് പ്രോയാണ് നമുക്ക് വെള്ളം എടുത്തിരുന്നുണ്ട്. നമ്മൾ അടിച്ചിട്ട് വേണം നീ കുടിക്ക്. ആ വേറെ ലെവലില്ല. ക്യാമറയൊക്കെ ഇത് നമ്മുടെ ക്യാമറമാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ. अच्छा प्लेस है. इधर वीडियो मत लेना. नो वीडियो. यू वीडियो एंड टिकटॉक यूज या फेसबुक में डालोगे. नो ऑथराइज नो. ओके ओके. वैसे फोटो खिंचानी वैसे खींच लो. वैसे कोई वो नहीं है. नो प्रॉब्लम. ओके पिक बट नो फोटो यानी नो कैमरा. ओके. അവർ പറയുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റില്ല, പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ട് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് പോകാം. ഇവിടെ ഭയങ്കര വെയിലാണ്, പക്ഷെ നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചിട്ട് ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവാം? തിരിച്ചു പോവാം. ഓക്കെ. ഇല്ല, അതിനകത്തോട്ട് സ്കൂൾ ക്യാമ്പിലേക്കുള്ളതും കോളേജ് ക്യാമ്പിലേക്കുള്ളവർക്കും മാത്രമേ കയറാൻ അവർ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാതെ വേറെ ആർക്കും അങ്ങോട്ട് ഇപ്പം കയറാൻ സമ്മതിക്കില്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നമ്മളിപ്പം അരീക്കര കുന്നി വന്ന് കുറച്ചൊക്കെ ഒന്ന് കാറ്റൊക്കെ കൊണ്ടുവന്ന് വ്യൂ ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം എന്തായാലും മിലിറ്ററി ബേസിലോട്ട് നമ്മളെ കയറ്റില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇനി തിരിച്ച് താഴോട്ട് പോവാം. താഴോട്ട് പോകുന്ന കുറച്ച് സീനാണ്, നല്ലൊരു ഇറക്കമാണ്. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്കെന്നാൽ പോവാം. വിട്ടോടാ വിട്ടോ. ഗൈസ്, മാമൻ തവള കുത്തിവെക്കുന്നതാണ് ഇരിക്കുന്നത്. ഗൈസ്, താഴെ വരെ ഞങ്ങൾ വീഡിയോ എടുക്കൂല. അതുകൊണ്ട് നമ്മൾ ഇത്രയും വരെ വീഡിയോ എടുക്കുള്ളൂ. ബാക്കി നമ്മൾ താഴെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ. നമ്മളിപ്പോൾ തന്നെ കയറ്റം ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. ഇതുണ്ട് നമ്മൾ നേരത്തെ അമ്പലമാണിത്. കാലയുടെ കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ പോവാം. ഗൈസ്, നമ്മളിപ്പോൾ സൈക്കിളൊക്കെ ഓടിച്ചതുണ്ട്. കൈയൊക്കെ വല്ലാണ്ട് ചുമന്നിട്ടുണ്ട് നമുക്ക്. ഗൈസ് എല്ലാവരും ഇനി നമുക്ക് കുറച്ച് പുഴയിൽ പോയി ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. പുഴയാണെങ്കിലും എന്തെങ്കിലും വെള്ളം ഉണ്ടല്ലോ, കഴുകാവിടെ. അങ്ങനെ ആരും മുങ്ങിയേക്കരുത്. ഇതാ ഫോണിതാ. ഗൈസ്, നമ്മൾ ഈ ഫോണാണ് മുക്കാൻ പോകുന്നത്. ഇതാ ഗൈസ്, ഇപ്പോഴൊരു ഫ്രഷ്നസ് കിട്ടിയല്ലേ. തണുത്ത വെള്ളം തണുത്തിലേക്കും വെള്ളം.
അതായത് നമ്മൾ വന്നപ്പോൾ കണ്ട ബ്രഹ്മരാശേ ഭരത നമ്മൾ വന്നപ്പോൾ കണ്ട ബോർഡ് അതാണ് ഗൈസ്. ഇങ്ങോട്ട് മറ്റേ മിലിറ്ററി ബോർഡിലേക്ക് പോകുന്നില്ലേ, ബസ്സിലേക്കുള്ള. എന്തായാലും നമ്മളിത് കഴിഞ്ഞു. ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഗൈസ് ഇപ്പോൾ സമയം ഏകദേശം 1:30 കഴിയാറായി. അപ്പം വല്ലാണ്ട് വിശക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ അടുത്ത് എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് യാത്ര ചെയ്യണം. ഇപ്പോൾ നമ്മളെന്തായാലും വളയം എത്തിയിട്ടുണ്ട്. നമുക്ക് ബാക്കി അവിടെ തന്നെ എടുക്കാം ഫുഡ് കഴിച്ചതിന് ശേഷം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ കല്ലാച്ചിലേക്ക് വിടുവാണ്. ഇനി വയറ് നിറഞ്ഞതിൻ്റെ ഒരു ചെറിയ സീനുണ്ടെന്നേ ഉള്ളൂ. അത് വിഷയമാക്കുന്നില്ല, നമുക്ക് നേരെ പോകാം. ഗൈസ് നമ്മളിപ്പോൾ തിരിച്ച് കല്ലാച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. നമ്മളിപ്പം ചേലക്കാടിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് വേണം ഇനി നമുക്ക് സൈനിങ് ഔട്ട് എടുക്കാം. ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ പരമാവധി കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് ഞങ്ങളുടെ എസ്റ്റേറ്റ് ടെക് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇതുവരെയായിട്ട് ഞങ്ങളുടെ എസ്റ്റേറ്റ് ടെക് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്താകുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞങ്ങളുടെ പുതുത്തും വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സാറിനോടൊപ്പം ഇറ്റ്സ് മീ സിബിൻ ജോസഫ് സൈനിങ് ഔട്ട്.